ഇയാൾ ഞങ്ങളുടെ ആരെങ്കിലും ആണോ? ആണോന്ന്? എന്താടാ പുതിയൊരു ചോദ്യം? അമ്മ ചോദിച്ചതിന് ഉത്തരം പറ. അതെന്റെ ആരും അല്ലെങ്കിൽ നിങ്ങളുടെയോ ആരുമല്ല, അത്രയും മനസ്സിലാക്കിയാ മതി. അത് ശരി. അപ്പൊ ഇതാണ് പുതിയ ചോദ്യം വന്ന വഴി. ഇതുമായി ഭാനുമ്മേ ആരാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെന്ന് കൂടി പറയൂ ഭാനുമ്മേ. എന്നെ ആരും പറഞ്ഞു വിട്ടതൊന്നുമല്ല. പത്രത്തിലെ ശേഖരന്റെ ഫോട്ടോ കണ്ടപ്പോ അവൻ തന്നെയാണോന്നുള്ള സംശയം തീർക്കാൻ വന്നതാ. സംശയം ചോദിക്കേണ്ടത് എന്നോട് ചോദിച്ചിട്ടാ, അല്ലാതെ ഇവരോട് ചോദിച്ചിട്ടൊന്നും അല്ല. ആര് ചോദിച്ചാലും സംശയം തീർന്നിട്ടേ മതിയല്ലോ. ദേ, സുശീലയ്ക്ക് ഒരു വാക്കേ ഉള്ളൂ. അയാളുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഏതോ ഒരു ഭ്രാന്തൻ. ദേ, ഇനി ഇതും ചോദിച്ചുകൊണ്ട് ഒരുത്തനും ഒരുത്തിയും എന്റെ വീടിന്റെ പടി കയറി വന്നേക്കരുത്, പറഞ്ഞേക്കാം. സുശീലേ, സുശീലേ, ഞങ്ങളുടെയൊക്കെ വായടയ്ക്കാൻ നിനക്ക് പറ്റും. പക്ഷേ അതുകൊണ്ടൊന്നും സത്യം സത്യമല്ലാണ്ടാവില്ല. എന്ത് സത്യവാ? ഇപ്പൊ കണ്ട ഫോട്ടോയിലുള്ളത് പോലെ ഒരു നാറിയാണ് എന്റെയും എന്റെ മക്കളുടെയും ജീവിതം തൊലച്ചിട്ട് പോയത്. അത് സത്യം തന്നെയാ. പക്ഷേ 12 വർഷം അവന്റെ ഒപ്പം നിന്ന് നരകിയാതിന് അനുഭവിച്ച ഞാൻ പറയുന്നു, ഇവിടൊക്കെ കറങ്ങി നടന്ന ആ ഭ്രാന്തൻ എന്റെ ജീവിതം തൊലച്ച ശേഖരനല്ല. അയാളെ ചത്തൊടുങ്ങിട്ട് കാലം കുറയായി. പകരം അതുപോലിരിക്കുന്ന വേറെ ഏതൊരു ഭ്രാന്തനെ കൊണ്ടുവന്ന് എന്റെ ഈ കുടുംബത്തിൽ കൊണ്ടുവന്ന് പൊറുപ്പിക്കാമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ സുശീല ജീവിച്ചിരിക്കുമ്പോൾ നടക്കാൻ പോകുന്നില്ല. ഓർത്തോ?